ദേ അവനവിടെ നിപ്പുണ്ട്. നീ പോയി പണം കൊടുത്ത് അവന്റെ കയ്യിലുള്ള മെമ്മറി കാർഡ് വാങ്ങിച്ചോണ്ട് വാ. നീയും കൂടി വാ കാർത്തിക. ഞാൻ നിന്റെ കൂടെ വന്നാ അവൻ എന്തെങ്കിലും സംശയം തോന്നും. അതുകൊണ്ട് നീ മാത്രം പോയാ മതി. ഞാൻ ഇവിടെ ഇരുന്ന് നോക്കിക്കോളാം. അവൻ എന്തെങ്കിലും പ്രോബ്ലം കാണിച്ചാ അപ്പൊ തന്നെ ഞാൻ വന്നോളാം. നീ ധൈര്യമായിട്ട് പോയിക്കോ. അല്ല ചെല്ല് ദേവു, പോ. എത്തിയല്ലോ. ഇതിനാണ് പഞ്ച്വാലിറ്റി എന്ന് പറയുന്നത്. ഞാൻ 10 മിനിറ്റ് എന്ന് പറഞ്ഞു, നീ 8 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തി. പുറത്തറിഞ്ഞ നാട്ടുകേസല്ലേ, അപ്പൊ പിന്നെ വരാനുള്ള സ്പീഡ് കൂടാതിരിക്കൂ. ഇതില് നീ പറഞ്ഞ പണം മുഴുവനായിട്ടുണ്ട്. മര്യാദയ്ക്ക് മെമ്മറി കാർഡിങ് എടുക്ക. ധൃതി വെക്കാതെ ദേവൂട്ടി, നീ കൊണ്ടുവന്ന ഈ പണം കറക്റ്റാണോ എന്ന് എനിക്കൊന്ന് ചെക്ക് ചെയ്യണ്ടേ? എല്ലാം കറക്റ്റാണല്ലോ അല്ലേ? എനിക്കറിയാം ദേവൂട്ടി എന്നെ പറ്റിയില്ലെന്ന്. അപ്പോ ശരി, ബൈ, ഞാൻ പോട്ടെ. എവിടെ പോവാന്ന്? മെമ്മറി കാർഡിങ് താ. എന്താ ദേവു നീ ഇത്ര പാവമായി പോയത്? ഈ സ്വർണ്ണമുട്ട തരുന്ന താറാവിന്റെ കഴുത്തിൽ ആരെങ്കിലും കത്തിവെക്കൂ? നീ എന്താടി എന്നെ കുറിച്ച് കരുതിയത്? ഞാനൊരു മര്യാദരാമനാണെന്നോ? എങ്കിലേ നിനക്ക് തെറ്റി. ഫ്രോഡ്, പക്ക ഫ്രോഡ്. മോളെ ദേവു, ഞാനേ നാട്ടിൽ കുറച്ച് സ്ഥലം വാങ്ങി അവിടെ ഒരു വീട് വെക്കാൻ പോവാ. അതിനുള്ള അഡ്വാൻസ് ആണ് മോളിപ്പോ തന്ന ഈ 5 ലക്ഷം രൂപ. ഇനി പണത്തിന് ഒരുപാട് ചെലവുണ്ട്. അടിസ്ഥാനം കെട്ടണം, കോൺക്രീറ്റ് ചെയ്യണം, പിന്നെ പാല് കാച്ച്, ഫർണിച്ചർ എന്നൊക്കെ പറഞ്ഞ് പണത്തിന് എന്തുമാത്രം ചെലവാണെന്നറിയും. അപ്പോഴൊക്കെ പണത്തിന് ഞാൻ എവിടെ പോവും? നിന്റെ അടുക്ക വന്നല്ലേ എനിക്ക് കൈ നീട്ടാൻ പറ്റൂ. പിന്നെ വെറുതെ ചോദിച്ചാൽ നീ എനിക്ക് പണം തരുമോ? ഇല്ലല്ലോ. ആ മെമ്മറി കാർഡ് എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിലല്ലേ തരൂ. അതുകൊണ്ട് അത് തൽക്കാലം എൻ്റെ കൈ തന്നെ ഇരിക്കട്ടെ. അപ്പോ ബൈ. അയ്യോ ദേവൂട്ടി, വേണ്ട, കൂൾ. ബഹളം വെക്കണ്ട, ആൾക്കാര് കൂടും. കയ്യടടി, കാർത്തിക അവൻ പണം വാങ്ങിച്ചിട്ട് മെമ്മറി കാർഡ് തരാതെ പോയി കളഞ്ഞു. അയ്യോ, അവനത് വെച്ച് വീണ്ടും എന്നോട് പണം ആവശ്യപ്പെടും. എനിക്കിപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയില്ല കാർത്തിക. നീ വാ. അല്ല, അവൻ നീ വാ. മെമ്മറി കാർഡിങ് താ. എന്താ ദേവു നീ ഇത്ര പാവമായി പോയത്? ഈ
സ്വർണ്ണമുട്ട തരുന്ന താറാവിന്റെ കഴുത്തിൽ ആരെങ്കിലും കത്തി വെക്കൂ? ദേവു, എന്താ എന്തു പറ്റി? എന്തെങ്കിലും വയ്യായ്മയുണ്ടോ? നന്നായിട്ട് വേർതിരിക്കുന്നല്ലോ. ഇല്ല സൂര്യേട്ടാ, എനിക്കൊന്നുമില്ല. നീ കിടക്ക. സൂര്യേട്ടൻ ഉറങ്ങിക്കാം. എന്താ ദേവു നീ ഇത്ര പാവമായി പോയത്? സ്വർണ്ണമുട്ട തരുന്ന താറാവിന്റെ കഴുത്തിൽ ആരെങ്കിലും കത്തി വെക്കൂ? നീ എന്താടി എന്നെ കുറിച്ച് കരുതിയത്? ഞാനൊരു മര്യാദരാമനാണെന്നോ? എങ്കിലേ നിനക്ക് തെറ്റി. ഫ്രോഡ്, പക്കാ ഫ്രോഡ്. എന്താ ദേവു, ഇപ്പോഴും നടന്നതിനെ പറ്റി തന്നെ ഓർത്ത് സങ്കടപ്പെട്ട് നിൽക്കാണോ? നിനക്കൊരു കാര്യം അറിയോ ദേവു? ഈ ഭദ്രനെ പോലുള്ള ഫ്രോഡുകൾ പണം കിട്ടാൻ വേണ്ടി എങ്ങനെ ഓരോന്ന് പറഞ്ഞ് ടോർച്ചർ ചെയ്യുന്നേ. നമ്മള് അവനാവശ്യപ്പെട്ട 5 ലക്ഷം രൂപ കൊടുത്തല്ലോ, ഇനി അവന്റെ ശല്യം ഉണ്ടാവില്ല. അവൻ നമ്മൾ കൊടുത്ത പണവും വാങ്ങി അടങ്ങിയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ രീതിയിലായിരുന്നു അവൻ ഇന്നലെ എന്നോട് സംസാരിച്ചത്. അവന്റെ മനസ്സിൽ എന്തൊക്കെയോ കണക്ക് കൂട്ടലുകളുണ്ട്. അതിനവൻ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന എന്നെയാ. ഇപ്പൊ അവൻ പറഞ്ഞ പണം നമ്മൾ കൊടുത്തു. ഇനി അവൻ പണം ആവശ്യപ്പെടുന്നു അവന്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പൊ എന്റെ ആഭരണങ്ങൾ പണയം വെച്ച് അവൻ ആവശ്യപ്പെട്ട പണം കൊടുത്തു. അവന്റെ കയ്യിലുള്ള തെളിവുകളൊന്നും നമുക്ക് തന്നതുമില്ല. അതിന്റെ അർത്ഥം അവൻ വീണ്ടും വീണ്ടും പണം ആവശ്യപ്പെടുമെന്ന് തന്നെയല്ലേ? അതുകൊണ്ട് നടന്നതൊക്കെ ഞാൻ സൂര്യേട്ടനോട് പറയാൻ പോവാ. ദേവു, അതെ കാർത്തികേ, സൂര്യേട്ടനോട് എല്ലാം പറയുന്നത് തന്നെ നല്ലത്. നീ ഒന്നോടൊന്ന് ആലോചിച്ചിട്ട്. ഏതോ ഒരുത്തം വന്ന് എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ അവനാണെന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തുമ്പോഴുണ്ടാകുന്ന വേദനയുടെ ഒരംശം പോലും വരില്ല. സൂര്യൻ എന്നെ തല്ലിക്കൊന്നാ പോലും. നീ എന്നെ തടയണ്ട, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ദേവു, നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് സൂര്യന്റെ ആണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാലും ആണുങ്ങളുടെ മനസ്സല്ലേ? ഒരുത്തൻ കയറി വന്ന് നിന്റെ കുഞ്ഞിന്റെ അച്ഛൻ അവനാണെന്ന് പറഞ്ഞ് തെളിവുകൾ നിരത്തിയ ഏത് പുരുഷന്റെ മനസ്സും ഒന്ന് ഇളകില്ലേ? കാർത്തിക, നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇനിയും നടന്നതൊക്കെ മറച്ചു വെക്കാനേ എനിക്ക് വയ്യ. എല്ലാം സൂര്യേട്ടൻ അറിയട്ടെ. പ്ലീസ് ദേവു, ഞാൻ പറയുന്നത് നിന്റെ നല്ലതിന് വേണ്ടിയാ. ദയവ് ചെയ്ത് നീ ഇപ്പൊ സൂര്യനോടൊന്നും പറയരുത്. കാർത്തികയ്ക്ക് അറിയായിരുന്നു ഇക്കാര്യം.
പറയാ അറിയായിരുന്നോന്ന്. ഇത്ര പ്രധാനപ്പെട്ട കാര്യം എന്നോട് എന്താ പറയാതിരുന്നത്? അതോ ഞാൻ അറിയണ്ടെന്ന് കരുതിയോ? ദേവുവിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമല്ലേ ഇത്? പറയ, എന്നോട് എന്താ പറയാതിരുന്നത്? അത് ഞാൻ ദേവു പറഞ്ഞിട്ട് അറിയുന്നത്. സൂര്യേട്ടാ, തെറ്റെന്റേതാ. ഞാൻ അക്കാര്യം സൂര്യന്റെ അടുത്തുനിന്ന് മറച്ചു വെച്ചതാ. ദേവുവിന്റെ മരുന്ന് തീർന്നാൽ ആ കാര്യം എന്നോട് പറയണ്ടേ? ഏത് പാതിരാത്രി ആയാലും ഞാൻ പോയി വാങ്ങിച്ചോണ്ട് വരുമല്ലോ. പ്രഗ്നൻസി പീരീഡിൽ മുടക്കാൻ പാടില്ല എന്ന് പറഞ്ഞാലേ ഡോക്ടർ ആ മരുന്ന് തന്നത്. കാർത്തിക, നീയല്ലേ ദേവുവിന്റെ കാര്യങ്ങളെല്ലാം നോക്കാൻ നേറ്റിരിക്കുന്നത്? ഒന്ന് പറയ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞില്ലേ? കുട്ടികളെ ഇട്ടിങ്ങനെ വരട്ടണോ? അവരത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഇനി ഇത് സംഭവിക്കാതെ നോക്കിയാ പോരെ? ഒരു കണക്കിന് തെറ്റെന്റേതാ. അമ്മയില്ലേ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത്? മരുന്ന് തീർന്നിട്ടൊന്നുമില്ല സൂര്യ. പതിവായി കഴിക്കേണ്ട ടാബ്ലറ്റ്സ് ഒക്കെ ഞാൻ മേടിച്ച് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ദേവുവിനോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. കണ്ടില്ലേ, വെറുതെ BP കൂട്ടി. ഞാൻ അമ്മേ, എന്റെ കുഞ്ഞിന്റെ കാര്യത്തിൽ ഞാൻ ഭയങ്കര സെൻസിറ്റീവ് ആണെന്ന് അറിയാലോ. ഒരു ചെറിയ കാര്യം നെഗറ്റീവായി കേട്ടാൽ പോലും ഞാൻ ടെൻഷനാവും. പിന്നെ ഇതൊക്കെ നമ്മുടെ കുഞ്ഞിനോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് ദേവുവിനും അറിയാലോ. ഈ സമയത്ത് പെൺകുട്ടികൾ അല്പം സന്തോഷമായിട്ടിരിക്കണം. നീ അവളോട് ഇത്തിരി സ്നേഹമായിട്ട് പെരുമാറ്. അല്ലെങ്കിൽ പുറത്തേക്കൊക്കെ ഒന്ന് കൊണ്ടുപോ. പുറത്ത് പോകാനാണെങ്കിൽ ഞാൻ എപ്പോഴേ റെഡിയാ. ദേ, ഇവളൊന്ന് പറയണ്ടേ? ചില കാര്യങ്ങൾ പെണ്ണുങ്ങൾ പറയണമെന്നില്ല മോനെ. ഭർത്താവിന്റെ തിരക്കും ജോലിയൊക്കെ വിചാരിച്ച് അവരത് മാറ്റിവെക്കും. അവരുടെ മനസ്സ് കണ്ട് പുരുഷന്മാരാ മുൻകൈ എടുക്കേണ്ടത്. ഭർത്താവ് ജോലി ചെയ്യുന്നത് കുടുംബത്തിന് വേണ്ടി തന്നെയാ, സമ്മതിച്ചു. പക്ഷേ ആഴ്ചയിൽ 6 ദിവസം ജോലി ചെയ്യുന്ന ഭർത്താവിന് ഒരു ദിവസം ഭാര്യയ്ക്ക് വേണ്ടി നീക്കിവെക്കാനില്ലേ? മാസത്തിൽ വെറും 4 ദിവസം. അതും കുടുംബത്തിന് വേണ്ടിയാണല്ലോ എന്ന് സമാധാനിച്ചാലും വർഷങ്ങൾ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ നഷ്ടബോധം മാത്രമേ ഉണ്ടാവൂ. മതി. അമ്മയ്ക്കിപ്പോ എന്താ വേണ്ടത്? ദേവുവിനെ ഞാനൊന്ന് പുറത്തു കൊണ്ടുപോകണം, അത്രയല്ലേ ഉള്ളൂ. എനിക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് രണ്ടാൾക്കും വേണ്ടിയിട്ടാ അമ്മ ഈ പറയുന്നത്. ശരി ദേവു, വാ, നമുക്കൊന്ന് പുറത്തൊക്കെ ഇറങ്ങിയിട്ട് വരാം. അല്ല, പിന്നെ ഒരിക്കൽ പോവാൻ സൂര്യേട്ടാ. മോള് പോയിട്ട് വാ, മനസ്സൊക്കെ ഒന്ന് ഫ്രഷ് ആവട്ടെ. വാ. പോയിട്ട് വാ ദേവു. വാ.
ദേവു ദേവു ഉം. ആ താനിത് എവിടെയാ? തനിക്കെന്താ ഒരു ഡിസ്കംഫർട്ട്? ഒന്നുമില്ല സൂര്യേട്ടാ. ദേവു എന്തു പറ്റി? ആ ആരെങ്കിലും കാണുമെന്ന് വിചാരിച്ചിട്ടാണോ? ദേ എൻ്റെ ഭാര്യയുടെ കയ്യെ ഞാനിങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുന്നത്. എനിക്ക് വേണമെങ്കിൽ ദേവുവിനിങ്ങനെ ചേർത്ത് പിടിക്കാം, കവളത്തൊരു ഉമ്മ തരാം. ആ ഒരു ഭാര്യയുടെ അടുത്ത് അത്രയ്ക്കൊക്കെ സ്വാതന്ത്ര്യം അനുവദിച്ച് തന്നിട്ടുണ്ട് നമ്മുടെ സൊസൈറ്റി, കേട്ടോ? സൂര്യേട്ടാ വേണ്ട സൂര്യേട്ടാ. ശരി, വേണ്ടെങ്കിൽ വേണ്ട. എനിക്ക് മനസ്സിലായി ദേവുവിന്റെ പ്രശ്നം എന്താണെന്ന്. ഈ സ്ഥലം ദേവുവിനൊട്ടും കംഫർട്ടല്ല. എത്ര നാളായി എന്റെ ദേവുവിനൊപ്പം ഇങ്ങനെ നടന്നിട്ട്. തനിക്കെന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? അത് ഓ ദേവു, ഒരു എമർജൻസി കോളാ, ഞാനൊന്ന് അറ്റൻഡ് ചെയ്യട്ടെ. ആ പറഞ്ഞു. കാണിക്കട്ടെ? കാണിക്കാം. പ്ലീസ്. കാണിക്കട്ടെ ദേവുട്ടി, ഫോട്ടോ കാണിക്കട്ടെ പ്ലീസ്, ഒരു തവണ. ഒന്ന് പോ പ്ലീസ്. ശരി. ദേ, ഇനി താൻ കാര്യം എന്താന്ന് വെച്ചാ പറഞ്ഞേ. സൂര്യേട്ടാ അത് ഞാൻ ദേവു പറ. നീ എന്താ ആകെ പേടിച്ചതുപോലെ? തനിക്ക് എന്നോട് പറയാൻ പറ്റില്ലെങ്കിൽ വേണ്ട. സാർ, സാറിൻ്റെ പേഴ്സ്. ഓ സോറി. താങ്ക്സ്. കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ താഴെ വീണതായിരിക്കും. സാറിൻ്റെ മുതല് സാറിൻ്റെ കൈ തന്നെ ഇരിക്കണം. മറ്റൊരാളുടെ കയ്യിലോട്ട് പോയാൽ പിന്നെ അത് തിരിച്ചു കിട്ടണമെന്നില്ല. ഓ ശരി, താങ്ക് യു. ഓ ദേവു, താൻ എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞേ? സൂര്യേട്ടാ ഒന്ന് പറയ്. നമുക്കിവിടുന്ന് പോവാം. അതാണോ നിനക്ക് എന്നോട് പറയാനുള്ളത്? അതെ സൂര്യേട്ടാ, എനിക്കെന്തോ വല്ലാതെ വരുന്നു. അയ്യോ, എന്തു പറ്റി? ഇവിടെ വന്നപ്പോ പുറത്തോട്ടൊക്കെ ഇറങ്ങിയപ്പോഴേ എനിക്ക് തല ഇറങ്ങുന്ന പോലെ. സൂര്യേട്ടൻ ഇവിടെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ ഇത്രയും നേരം പിടിച്ചു നിന്നത്. നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം, വാ. വേണ്ട, വീട്ടിൽ പോയി ഒന്ന് കിടന്നു കഴിഞ്ഞാ എല്ലാം ശരിയാവും. വാ, സൂക്ഷിച്ച്.
വാ. ആ, ദേവു നീ എന്താ ആലോചിച്ച് നിൽക്കുന്നേ? നീ എന്തിനാ കരയുന്നേ? ഇവിടുന്ന് നീയും സൂര്യനും വളരെ സന്തോഷത്തോടെയാണല്ലോ പുറത്തേക്ക് പോയത്. എന്നിട്ട് അവിടെ വെച്ച് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കോ മറ്റോ ഉണ്ടായോ? ഞങ്ങൾ തമ്മിൽ വഴക്കൊന്നും ഉണ്ടായില്ല.